ഇങ്ങേരെന്താ ഇപ്പൊ ഫോൺ ചെയ്യുന്നേ? ഹലോ, പറഞ്ഞോളൂ സർ. ഹലോ ഭവാനി, ഇപ്പൊ എവിടെയാ ഉള്ളത്? ആ പറഞ്ഞോളൂ സർ, എന്താ ശബ്ദം വല്ലാതിരിക്കുന്നേ? അതെ അതെ, ശരീരത്തിന് നല്ല സുഖമില്ല. നീ ചോദിച്ച ഇൻവോയ്സ് ബില്ലൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ തന്നെ വന്ന് എന്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തോളൂ. ഓക്കെ സർ, അതൊന്നും ഒരു പ്രശ്നമല്ല. ആദ്യം നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോകൂ സർ. അതൊന്നും പ്രശ്നമില്ല ഭവാനി, അത് തനിയെ ശരിയായിക്കോളും. ഭവാനി എവിടം വരെ എത്തിയെന്നറിയാൻ വേണ്ടിയാ ഞാൻ കോൾ ചെയ്തത്. ഒരു പ്രശ്നമില്ല. എന്നാ വെക്കട്ടെ. എന്താ ഇത്? ഇങ്ങനെന്താ വാതില് തുറക്കാത്തെ? വാതില് തുറന്നു കിടക്കാണല്ലോ. സർ, സർ, സർ. ഭവാനി, നീ എന്ത് മോളെ ഇവിടെ? അല്ല സർ, ഫോൺ ചെയ്തപ്പോ സുഖമില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ വന്നത്. അതെ അതെ, ഇപ്പോ ഭേദമുണ്ടോ സർ? ഇപ്പൊ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല, ചെറിയ ആശ്വാസമുണ്ട്. ഞാൻ ചെന്ന് ടാബ്ലറ്റ് എടുത്തോണ്ട് ഏയ് വേണ്ട, അതൊന്നും സാരമില്ല. ഞാനിപ്പോ വരാം. അതെ ഭവാനി, ഇതാ സർ. നീ എന്തിനെങ്കിലും ബുദ്ധിമുട്ടുന്നേ? അതൊന്നും സാരമില്ല സർ, ടാബ്ലറ്റ് വളരെ നന്ദിയുണ്ട്. ഞാൻ സാറിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം സർ. ശരി ഭവാനി. സർ, ഇതാ സർ, ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഒരുപാട് നന്ദിയുണ്ട്. സർ, ഇങ്ങ് തരൂ, ഞാൻ വാരി തരാം. ടിഷ്യൂല് നീ എടുത്ത മോളെ. മതി മോളെ, മതി. ഓക്കെ സർ. സർ, നിങ്ങൾക്ക് വേണ്ടി ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടുണ്ട്, ആറിയിട്ട് കുടിച്ചാൽ മതി. ശരി മോളെ, വളരെ നന്ദിയുണ്ട്. അതൊന്നും സാരമില്ല സർ. ആക്ച്വലി സമയം വൈകി, എന്റെ വീട്ടിലിപ്പോ അന്വേഷിക്കും. ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. പോയിട്ട് വരാം സർ. പോയിട്ട് വാ.
ഫോൺ എന്താ എടുക്കാതിരിക്കുന്നേ? ആ, മാനേജർ പ്രിയയ്ക്കൊന്ന് കോൾ ചെയ്യാം. ഇതെന്താ ഭവാനി ഫോൺ ചെയ്യുവാണല്ലോ? ഹലോ, പറയൂ ഭവാനി. പ്രിയ, ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. എനിക്ക് ചില ഇൻവോയ്സ് ആൻഡ് റെസീറ്റ്സ് വാങ്ങാൻ വേണ്ടി വന്നതാ. ഫോൺ ചെയ്ത് നോക്കി, പക്ഷെ അങ്ങേര് ഫോൺ എടുക്കുന്നില്ല. കോളിംഗ് ബെൽ അടിച്ചാലും വാതിൽ തുറക്കുന്നുമില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ ഫോൺ ചെയ്തത് പ്രിയ. ഓ ഓക്കെ, അങ്ങനെയാണോ? വെയിറ്റ് ചെയ്യൂ, ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. പ്രിയ, ഹലോ പ്രിയ, പറയൂ. സർ, സോറി സർ, നിങ്ങൾ ഉറങ്ങുകയാണെന്നാ തോന്നുന്നേ. ഭവാനി കുറെ നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ അങ്ങനെയാണോ? ശരി പ്രിയ, ഞാനിപ്പോ തന്നെ പോയി കഥ തുറന്നോളാം. ആ ഓക്കെ സർ. ഓക്കെ. സോറി ഭവാനി, രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല, അത് ഉറങ്ങിപ്പോയെ. ഹേ, അതൊന്നും സാരമില്ല സർ. അകത്തേക്ക് വാ. എന്നാ ചായ കുടിക്കേ. താങ്ക് യു സർ. സർ, സത്യം പറഞ്ഞ നിങ്ങളുടെ ചായ ഒരു രക്ഷയില്ല സർ. താങ്ക്സ് മോളെ, താങ്ക്സ്. നീ കുടിക്കേ.